ഹായ് എനിക്കുണ്ടായ ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ ആമസോണിൽ നിന്ന് ഇതാണ് അതിൻ്റെ പാക്കിങ് വരുന്നത്. ആമസോണിൽ നിന്ന് ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിട്ടോ. ഇത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് ഓൾറെഡി. പൊട്ടിച്ചപ്പോഴാണ് എനിക്ക് ശരിക്കും ഇതിൻ്റെ അബദ്ധം മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാനത് ഒരു വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഞാൻ നോർമലി പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യലില്ല. ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ആ പർച്ചേസ് ചെയ്തതിലൊരു അബദ്ധം പറ്റി. അപ്പോൾ അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നോർമലി പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാത്തതുകൊണ്ട് ഞാനിത് പൊട്ടിക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല. എന്തായാലും ഞാനത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഇൻവോയ്സ് ഞാൻ അതിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇൻവോയ്സ് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി പാക്കിങ് കാര്യങ്ങളൊക്കെയാണ്. ഇതല്ല ഇത് കേട്ടോ. ഇതാണ് ഐറ്റം. ഞാനൊരു എന്താ പറയുക, ഒരു മൊബൈൽ ലെൻസ് ഞാൻ വാങ്ങിട്ടോ. മൊബൈൽ ലെൻസ് ഞാൻ വാങ്ങി. നമുക്ക് ഈ മുകളിലത്തെ ബബിൾ കവറൊക്കെ ഒഴിവാക്കാം കേട്ടോ. നല്ല പാക്കിംഗ് ആണ്. അങ്ങനെ ഞാൻ ഈ മൊബൈൽ ലെൻസ് ഞാൻ പർച്ചേസ് ചെയ്തു. ഇതാണ് ഐറ്റം. കമ്പനിയുടെ പേര് ഇതിമ്മ കാണുന്നില്ല കേട്ടോ. ഇതിമ്മ 0.45 ഫോൺ ലെൻസ് എന്നേ കൊടുത്തിട്ടുള്ളൂ. ഇതാണ് സംഭവം. ഇതാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഞാനിത് പർച്ചേസ് ചെയ്തത് എന്തിനാന്ന് ചോദിച്ചാൽ, ഞാനൊരു മോർണിംഗ് ഒരു സൈക്കിൾ റൈഡ് നോർമലി പോകലുണ്ട്. അപ്പോൾ അത് ഒന്ന് വീഡിയോ ആക്കിയിട്ട് നമുക്ക് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വൈഡ് ആംഗിൾ ലെൻസ് ഞാൻ വാങ്ങിയത്. അതെന്തിനാന്ന് വെച്ചാൽ ഒന്നുകൂടെ ഏരിയ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. സൈക്കിൾ ആകുമ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടുമ്പോൾ ഒന്നുകൂടെ വൈഡ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അടിപൊളി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സംഭവം വാങ്ങിയത്. അപ്പോൾ ഇത് വാങ്ങി ഇതിന്റെ ബില്ലാണ് കേട്ടോ. ഇത് കമ്പനി പേര് ഈ ബില്ലിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബില്ല് വരുന്നത്. ഇതിന്റെ കമ്പനി നെയിം വരുന്നത് സുപ്രനോ 0.45 വൈഡ് ആംഗിൾ ലെൻസ്. 650 ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ. 650 അതാണ് തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതിന്റെ എം ആർ പി അത്യാവശ്യം നല്ല എമൗണ്ട് വരുന്നുണ്ട് കേട്ടോ. എം ആർ പി നോക്കുന്ന സമയത്ത് 2000 ഇതിന്റെ റേറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ പാക്കും ഉണ്ടോ നോക്കട്ടെ. ഇതുമില്ല. അപ്പൊ ഇതില് ഓപ്പൺ ആക്കിയ സമയത്ത് തന്നെ നമ്മളെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ല, അത് പോയി കിട്ടി. അത് എന്താന്ന് ചോദിച്ചാല്, ഇതിന്റെ കണ്ടോ, ഇതിന്റെ ബാക്കിൽ ഒരു സംഭവം വന്നിട്ടുള്ളത്. ഇത് ഇങ്ങനെ തന്നെ ഉണ്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഹിന്ദിയാണ്. ഞാനിത് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ നമുക്ക് ഓൾറെഡി സംഭവം കത്തിയിട്ടുണ്ടാവും. ഇതാണ് ഇതിന്റെ കൂടെ വരുന്ന ഒരു എഴുത്ത് ഇവർ ഇതിന്റെ കൂടെ വെച്ചിട്ടുണ്ട്. ഞാനത് വായിച്ചു തരാം. ഇതിന്റെ ഇംഗ്ലീഷ് ഞാൻ വായിച്ചു തരാം. കണ്ടോ, ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. വാട്സപ്പ് ടു ഗെറ്റ് ക്യാഷ് ബാക്ക് ഓഫ് ₹100. നിങ്ങൾക്ക് ശരിക്കും നോക്കിയാൽ മനസ്സിലാവും. ഇതാണ്, അതായത് 100 രൂപ ക്യാഷ് ബാക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവർക്ക് എന്ത് ചെയ്താൽ മതി, വാട്സപ്പ് അയച്ചാൽ മതി. എന്ത്, പ്ലീസ് ഗിവ് അസ് 5 സ്റ്റാർ റേറ്റിംഗ് ആൻഡ് എ ഫോട്ടോ റിവ്യൂ. അതായത് നമ്മൾ ഇവർക്ക് എന്ത് ചെയ്യുക, നമ്മൾ ആമസോണിന്റെ സൈറ്റിൽ പോയിട്ട് ഈ പ്രൊഡക്റ്റിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 5 സ്റ്റാർ റേറ്റിംഗും അതുപോലെ ഒരു ഫോട്ടോ റിവ്യൂ കൊടുക്കാൻ. എന്നിട്ട് ആ റിവ്യൂ കൊടുത്തത് നമ്മൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് 7011410155. ഈ നമ്പർക്ക് നമ്മൾ എന്ത് ചെയ്യുക, വാട്സപ്പ് ചെയ്ത് കൊടുക്കാൻ. അതായത് ഞാനൊക്കെ ആമസോണിൽ നിന്നായാലും മിന്ത്ര ഏത് ഓൺലൈൻ സൈറ്റിൽ നിന്നായാലും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് റിവ്യൂ നോക്കിയിട്ടാണ് ഞാനൊക്കെ പർച്ചേസ് ചെയ്യല്. എന്നെ പോലത്തെ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാനൊക്കെ ചെയ്യല് മിനിമം ഒരു 4 സ്റ്റാർ എബോവ് ഉള്ള മെറ്റീരിയലാണ് പർച്ചേസ് ചെയ്യലുള്ളൂ. അതിന്റെ കംപ്ലീറ്റ് എന്താ പറയാ, ഡീറ്റെയിൽഡ് റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് പർച്ചേസ് ചെയ്യല്. അപ്പൊ ഇവര് കാണിക്കുന്ന പണിയുണ്ടോ, ഇവര് റിവ്യൂ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണ്. അതായത് 100 രൂപ ക്യാഷ് ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് 650 രൂപന്റെ ഒരു പ്രൊഡക്റ്റ് 100 രൂപ ക്യാഷ് ബാക്ക് കിട്ടാൻ നമുക്ക് 550 ആ മെറ്റീരിയൽ കിട്ടും. സ്വാഭാവികമായിട്ടും ഇത് കിട്ടുന്ന ഭൂരിഭാഗം ആളുകളും എന്ത് ചെയ്യും, റിവ്യൂ ചെയ്യും ആമസോണിൽ. അങ്ങനെ റിവ്യൂ ചെയ്തതാണ് ക്യാഷ് ബാക്ക്, അതായത് പേയ്മെന്റ് റിവ്യൂ ആണ് കേട്ടോ. പെയ്ഡ് റിവ്യൂ ആണ് ഇവർ ചെയ്യിപ്പിക്കുന്നത്. ഈ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറ്റിക്കപ്പെട്ടു, അതായത് ഞാൻ പറ്റിക്കപ്പെട്ടു. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ വരുന്ന സമയത്ത് ഇത് കിട്ടിയ ഉടനെ എന്തായാലും ഉറപ്പിച്ചുകൊണ്ട് കേട്ടോ, ഇത് ഫേക്ക് ആവും, ഫ്രോഡ് ആവും എന്നുള്ളത്. കാരണം പെയ്ഡ് റിവ്യൂ നല്ല പ്രൊഡക്റ്റ് ആണ്, എന്ത് ചെയ്യണ്ട, അവർക്ക് പെയ്ഡ് റിവ്യൂ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ മനസ്സിലാക്കുക എന്ത്, ഈ പ്രൊഡക്റ്റ് അത്ര പോരാ എന്നുള്ളത്. എന്തായാലും ഞാൻ മെറ്റീരിയൽ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. ഞാനിതിന്റെ ഈ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒന്നും അയക്കുന്നില്ല കേട്ടോ. ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത്. ഇതിന്റെ ഉള്ളിൽ ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മൾ ആ ഒരു ലെൻസിന്റെ ടോപ്പ് വരുന്നുണ്ട് കേട്ടോ, ലെൻസിന്റെ ടോപ്പ്. പിന്നെ നമ്മളെ
ഫോണുമേ പിടിപ്പിക്കാൻ പറ്റിയ ആ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. അതുപോലെ ഇത് ഈ ഒരു പൗച്ച് ഉണ്ടോ, നിങ്ങൾക്ക് അടിപൊളി പാക്കിങ് വരുന്നുണ്ട് കേട്ടോ. നല്ല കിടിലം പാക്കിംഗ് ഒക്കെ തന്നെയാണ്. അതിൻ്റെ കൂടെ നമുക്കിത് തുടക്കാൻ പറ്റിയൊരു സംഭവമുണ്ട്, ലെൻസ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതാണ് നമ്മൾ ലെൻസ് വരുന്നത്. ഈ ലെൻസിൽ വൈഡ് ആംഗിൾ ലെൻസും ഉണ്ട്, ഒരു മാക്രോ ലെൻസും ഉണ്ട്. ഇതിൻ്റെ യൂസിങ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ജസ്റ്റ് ഈ ടോപ്പ് ഓപ്പൺ ആക്കുക. അതുപോലെ ഇത് കണ്ടോ, ഈ ഒരു ക്ലിപ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്മേ കൊടുക്കുക. ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക, സംഭവം സെറ്റായി. ഇത് നമ്മളെ ക്ലിപ്പ്, ഈ ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് നമ്മളെ ഫോണുമ്പോൾ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കേണ്ടത് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കി. ഇത് യൂസ് ചെയ്തപ്പം എൻ്റെ ഫോൺ ഓൾറെഡി നമ്മളെ റെഡ്മിൻ്റെ 9 Pro Max ആണ്. 9 Pro Max 4 ക്യാമറ വരുന്നുണ്ട്. അത്തരം ഫോണുകൾക്ക് ശരിക്കും ഇത് യൂസിങ് അല്ല കേട്ടോ. ശരിക്കും സിംഗിൾ ക്യാമറ അല്ലെങ്കിൽ സിംഗിൾ ക്യാമറ ഉള്ള ഫോണുകൾക്കാണ് ശരിക്കും ഈ ലെൻസ് യൂസ് ആവുക. അപ്പോൾ ഇതിന് ഓൾറെഡി 4 ക്യാമറ ഉണ്ടായതുകൊണ്ട് നമ്മളിത് വെക്കുന്ന സമയത്ത് ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ഇത്തരം ഫോണുകൾക്ക് ഇത് യൂസ്ഫുൾ അല്ല ഒന്ന്. പിന്നെ ഓൾറെഡി ഈ ഫോണിന് ഇൻബിൽട്ട് ആയിട്ട് ഒരു വൈഡ് ആംഗിൾ വരുന്നുണ്ട്. 3 മോഡുള്ളത്. ഒന്ന് 2x സൂം, പിന്നെ 1 നോർമൽ, പിന്നെ ഒരു 0.6 or 5 വരുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് വൈഡ് ആയിട്ടാണ് വരിക. ആ സെയിം എനിക്ക് തോന്നുന്നത് ഇതിലേറെ ക്വാളിറ്റി, ഈ ലെൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ വൈഡ് ആംഗിൾ എടുക്കുന്നതിലേറെ ക്വാളിറ്റി ഈ ഫോണിന്റെ ഇൻബിൽട്ട് വൈഡ് ആംഗിൾ എടുക്കുന്നതാണ്. ഞാൻ അതിന്റെ വീഡിയോ ഞങ്ങൾക്ക് ലാസ്റ്റ് അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇതിന്റെ വീഡിയോന്റെ അവസാന ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ട് നമ്മളെ ഫോണിന്റെ നോർമൽ ലെൻസ് വെച്ച് ഫോണിന്റെ നോർമൽ ഇൻബിൽട്ട് ആയിട്ടുള്ള വൈഡ് ആംഗിളും കൂടെ ഉള്ള വീഡിയോ കമ്പാരിസൺ ഞാൻ എന്ത് ചെയ്തുതരാം, ഞാൻ അതിന്റെ ലാസ്റ്റ് വെക്കട്ടോ. അപ്പൊ ഇതാണ് മെറ്റീരിയൽ. അത്ര വലിയ ക്വാളിറ്റി എന്തായാലും ഇല്ല. വൈഡ് ആംഗിൾ ആയാലും ക്ലാരിറ്റി കുറവാണ്. പിന്നെ ഈ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനത്തെ 2-3 ക്യാമറ വരുന്ന ഫോണുകൾക്ക് ഇത് യൂസിങ് അല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യാൻ കാരണം ഇങ്ങനത്തെ ഒരു പെയ്ഡ് റിവ്യൂ ആണ് കേട്ടോ. ഈ ഒരു പെയ്ഡ് റിവ്യൂ ആണ്. ഞാൻ ഇതിന് മുമ്പും ഒരു മൈക്ക് ഇതേപോലെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയ സമയത്ത് അതിൽ റിവ്യൂ കൊടുത്തപ്പോൾ, റിവ്യൂ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചപ്പം അതിൽ അവർ ഒരാൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായി കേട്ടോ, ഇതുപോലെ പെയ്ഡ് റിവ്യൂ ആണെന്നുള്ളത്. അപ്പം അന്ന് നമ്മൾ ആ മെറ്റീരിയൽ വാങ്ങിയില്ല. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റിന് റിവ്യൂ നോക്കിയ സമയത്ത് ആരും ഇങ്ങനെ ഒന്നും പറഞ്ഞതായിട്ട് കണ്ടില്ല. അങ്ങനെയാണ് ഞാനിത് വാങ്ങിയത്. പക്ഷെ വാങ്ങിയപ്പം ഇതിന്റെ റിവ്യൂ ഫുള്ള് 4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് ഇതിന് കേട്ടോ. അപ്പൊ ഇതിന്റെ റിവ്യൂ ഫുള്ള് എന്തായിരുന്നു, പെയ്ഡ് റിവ്യൂ ആയിരുന്നു. അപ്പം പറ്റിക്കപ്പെട്ട കേസ്. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ നോർമലി എന്റെ ഫോണിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് വരുന്ന ഒരു ഏരിയ. ഇനി നമുക്ക് ഇതാ ഈ വൈഡ് ആംഗിൾ ലെൻസ് ഒന്ന് വെച്ച് നോക്കാം. ഇതാണ് കേട്ടോ വൈഡ് ആംഗിൾ വെക്കുമ്പോൾ വരുന്നത്, ഒരു ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ. ഇതാണ് വൈഡ് ആംഗിൾ വെക്കുമ്പോൾ വരുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ ഫോണത്തെ ഇൻബിൽട്ട് ആയിട്ടുള്ള വൈഡ് ആംഗിളും കൂടെ വെച്ചിട്ട് അതും കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതാ വൈഡ് ആംഗിൾ ലെൻസ് ഊരി, ഇതാണ് കേട്ടോ ഇത് എൻ്റെ ഫോണിൽ ഇൻബിൽട്ട് ആയിട്ട് വരുന്ന വൈഡ് ആംഗിൾ ആണ്. അപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ക്ലാരിറ്റി, എത്രയാണ് വൈഡ് വരുന്നത് എന്നൊക്കെ. അപ്പോൾ ഫോണിൻ്റെ ഇൻബിൽട്ട് ആയിട്ടുള്ള വൈഡ് തന്നെയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത്. എന്തായാലും നമ്മൾ ഈ വീഡിയോ പഠിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ.